ഹായ് ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു അർജൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ. അതെ. അതായത് നമ്മളെ പേരും പറഞ്ഞിട്ട് ഒരാൾ എന്താ പറയുക പൈസ പിരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എൻ്റെ ഒരു ഉമ്മൻ്റെ ഇത്താത്തൻ്റെ ഫോണിലൊക്കെ മെസ്സേജ് വന്നിരുന്നു. ഒരു 50 ഉറുപ്പ്യൻ്റെ ചലഞ്ച് ഫത്താഷ് ഗ്രൂപ്പ് എന്നാണ്. ഫത്താഷ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ രണ്ടാളെയും കുറേ പേർക്ക് അറിയാൻ മതിയാവും. ഡ്രസ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഫത്താഷ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ചലഞ്ചാണ്. ഫത്താഷ് ഗ്രൂപ്പ് എന്നല്ല, ഫത്താഷ് ഗ്രൂപ്പിലെ മെമ്പർ ആണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഓൾക്ക് വേണ്ടി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഫത്താഷ് ഗ്രൂപ്പ് മെമ്പർ ആണ് ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഫത്താഷ് ഗ്രൂപ്പ് മെമ്പർ ആണെന്ന്. ഓർക്ക് ആരാന്നുള്ള ഓരോ ഐഡന്റിറ്റി പറഞ്ഞാൽ മതി. നമ്മളെ ഗ്രൂപ്പിലെ മെമ്പർ ആണെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ട്രസ്റ്റുള്ള ആൾക്കാർ എന്താക്കും, ആ സ്കാനറിലേക്ക് പൈസ അയച്ചു കൊടുക്കും. ഹലോ, അസ്സലാമലൈക്കും. ഇതാരെയും മനസ്സിലാക്കില്ലേ? വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി. പത്താസം പോക്കെന്ന് പറയുന്ന ആശീർക്ക് പണ്ടല്ലേ അല്ലേ? ആസിര ഓളിപ്പം പ്രൊഫൈൽ മാറ്റിക്കളഞ്ഞിട്ടോ. ആദ്യം ഓള് വരുത്തലുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഓള് മാറ്റിക്കാണ്ടൊരു ആണുങ്ങളെ ഫോട്ടോ എടുത്തിച്ചത് പ്രൊഫൈൽ. അപ്പോൾ ഫത്താഷ് ഗ്രൂപ്പ് മെമ്പർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ. അത് മാത്രമല്ല വേറൊന്നുണ്ട്. അപ്പൊ എന്റെ ഉമ്മന്റെ താത്തായി ചോദിച്ച് ഫത്താഷ് പറയുന്നത് ഹിബാഷിന്റെ അല്ലേ? യെസ് ഹിബാഷിന്റെ നാടെന്ന്. അപ്പൊ അതൊരു മിസ്ലീഡിങ് അല്ലേ? എന്നാലും എനിക്ക് മെസ്സേജ് നിങ്ങൾ എങ്ങനെ ചാറ്റ് ചെയ്യുന്നു, പൈസ അയക്കാൻ പറയുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ചെയ്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമ്പർ നോക്കിയപ്പോൾ ആള് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. ആള് നമുക്ക് ഇതിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഒരു ഡി പി മാറ്റി ഞാൻ ഡി പി നമ്മൾ എന്താക്കിയെന്നറിയോ, ഇത് നമ്മളെ ശ്രദ്ധയിൽ പെട്ട സമയത്ത് തന്നെ നമ്മളെന്താക്കി ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാം അറിയട്ടെ എന്നുള്ള ലെവലില് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് എന്ത് ഇന്ന മെസ്സേജ് ഇന്ന നമ്പറിലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പൊ ആരും അതിന് റിപ്ലൈ മീൻസ് റെസ്പോണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ ആ ഗ്രൂപ്പിൽ ഉള്ള സമയത്ത് തന്നെ നമ്മൾ മെസ്സേജ് അയച്ചതാണ്. അതിനുശേഷമാണ് ഞാൻ അതിൽ റിമൂവ് ആക്കിയത്. അപ്പൊ റിമൂവ് ആക്കിയതിന് ശേഷം ഒരു ഡി പി എന്താക്കി മാറ്റി ഇതാക്കി, ഈ ഡി പി ആക്കി. അതിന് മുന്നേ ഉള്ള ഡി പി എന്ന് പറയുന്നത് കാണിച്ചുതരാം. മറ്റേ ഫോണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് നമ്മൾ ആരടുത്തൊന്നും ഒരു പൈസയും പിരിപ്പിക്കുന്നില്ല. ഒരു ചലഞ്ച് എന്നോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരടുത്തൊന്നും ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ഇനിയിപ്പോ അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യലി വന്ന് പറയാന്നല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മളെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിൽ പറയും. അല്ലാണ്ട് നമ്മളിങ്ങനെ വാട്സാപ്പിൽ ഓരോരുത്തർ നമ്പർ മെസ്സേജ് അയക്കുന്ന ആവശ്യം നമുക്കില്ല. അപ്പൊ നമ്മളെ പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യരുത്. അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നില്ല. ഇത് ഈ ആള് നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് കുറെ നമ്മളെ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് ഇഷ്ടംപോലെ എൻക്വയറി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സിന്റെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ ട്രസ്റ്റ് നമ്മളെ കുറെ ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന. അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചാറ്റ് ചെയ്യാൻ വന്ന നമ്മൾ വരുമ്പോഴൊക്കെ നമ്മൾ നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഫസ്റ്റിലുള്ള ഡി പി ഫസ്റ്റിലുള്ള ഡി പി എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നാണ് നമ്മൾ ഈ മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു ഡി പി മാറ്റി ആ ഒരു ഡി പിയിലേക്ക് മാറ്റിയത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ പിരിപ്പിക്കാൻ എന്തെങ്കിലും നിങ്ങൾ പിരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല. അത് നേരെ രീതിയിലൂടെ ചെയ്യാം. അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ എന്താക്കുക പിരിപ്പിക്കാൻ. അല്ലാണ്ട് നമ്മളെ ഗ്രൂപ്പ് മെമ്പർ ആണ്, നമ്മളെ ഗ്രൂപ്പ് മെമ്പർ എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ പിന്നെന്താക്കുക ഇൻട്രൊഡ്യൂസ് ചെയ്യാം? അല്ലല്ലോ. നമ്മൾ അറിയുന്ന പോലും ഇല്ല. എന്നിട്ട് ഇപ്പൊ തന്നെ എന്റെ ഉമ്മന്റെ എത്താത്തിന്റെ നമ്പറിലേക്ക് മെസ്സേജ് പോയത് കൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അത് മാത്രമല്ല വേറെ 2-3 ആൾക്കാർ നമുക്ക് എന്താ പറയാ ഇങ്ങനെ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് നിൽക്കുന്ന അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളെ പരിചയം ഉള്ളതുകൊണ്ട് ഓരോന്തൊക്കെ ഡയറക്റ്റ് നമ്മളടുത്ത് ചോദിച്ചത് എന്താ ഇങ്ങനെ എന്താണ് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ ചലഞ്ചില് എന്താ 50 ഉറുപ്പ്യ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ്, അതിപ്പോ ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ പേരും പറഞ്ഞിട്ട് ആരും ഇതിന് നിൽക്കണ്ട. അവര് നമുക്ക് ഇതിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, കർണാടകയിൽ ഞങ്ങൾ ഒരു കോളേജ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പണി ഇപ്പോൾ സ്റ്റാർട്ടായി. അതിന് വേണ്ടി ഒരു ഗേൾസ് ഹോസ്റ്റല് കർണാടകയില് ഒരു മുസ്ലിംസിന് ദീനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓര് പറയുന്നത്, മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിന് കല്ല് അതായത് ഹോസ്റ്റലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർക്ക് കല്ല് ആവശ്യമുണ്ട്, കല്ല് റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. അപ്പൊ ഒരു കല്ലിന് ഇത്ര രൂപയാണ്. അപ്പൊ നിങ്ങളെ എമൗണ്ട് എത്രന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് മെസ്സേജ്. അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും മെസ്സേജ്. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു യഥാർത്ഥത്തിൽ ഒരാളാണെങ്കിൽ ആവശ്യം ചോദിക്കുന്നത് നമ്മളങ്ങനെ മനസ്സിലാക്കും. കാരണം അത്ര നമുക്ക് ബാഡായിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെ വരുന്ന ഓൾറെഡി വന്ന്
മെസ്സേജ് അയക്കുന്നതൊക്കെ അത്രയും ബാഡ് ആയിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഇത് പ്രശ്നമില്ലായിരുന്നു. ഒരു കളക്ട് ചെയ്യുകയാണെങ്കിൽ ഓർക്കിപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു കല്ല് വാങ്ങിക്കുകയോ ഓരോരുത്തരുടെ നിന്ന് കളക്ട് ചെയ്യിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഇതാരാന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഫത്താഷ് ഗ്രൂപ്പ് മെമ്പർ. ഫത്താഷ് വെച്ചിട്ട് എന്തിനാണ് ഓരോരുത്തർ എന്തൊക്കെ ഐഡന്റിറ്റി പറയുന്നത്? ഓർക്ക് പറഞ്ഞാൽ പോരെ ഓല സ്ഥാപനത്തിന്റെ ഇതാണ്, അത് വെച്ചിട്ട് പിരിപ്പിച്ചാൽ പോരെ. ഇത് ഫത്താഷ് ഗ്രൂപ്പ് മെമ്പറാണ്. അപ്പൊ ഓല് ചോദിക്കുകയാണ് ഫത്താഷ് ഈ ഭാഷ എന്നല്ലേ? യെസ്, ഈ ഭാഷ ഉണ്ടാകും. അപ്പൊ അവരെന്താ വിചാരിക്കും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പൈസ കളക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയി അറിയേണ്ടത്, നമ്മൾ ഒരാളും പൈസ ഇതുവരെ ചോദിച്ചിട്ട് ആരെയും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളല്ല. ഇപ്പൊ നമ്മള് ഗ്രൂപ്പിന്റെ അതായത് ഡ്രസ്സിന്റെ ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് എന്താക്കുന്നുണ്ട്, നമ്മള് ഈ ഒരു വീഡിയോന്റെ എൻഡിലായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് നമ്മളെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് DM ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ GPay നമ്പർ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും രീതിയിൽ ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ഡ്രസ്സ് വേറെ നമ്പറിൽ നിന്നൊക്കെ ആക്കുകയാണെങ്കിൽ അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മൾ കറക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പിലേക്ക് നിങ്ങൾ DM ചെയ്ത് എല്ലാം ഓക്കെ ആക്കി, അതായത് നിങ്ങൾ അഡ്രസ്സ് വരെ ഷെയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ GPay നമ്പർ കൊടുക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഈ വീഡിയോന്റെ മുമ്പിൽ നമുക്ക് എന്തായാലും മെസ്സേജും വോയിസും ഒക്കെ അയച്ചു എന്തായാലും ആഡ് ചെയ്യണം. അപ്പൊ ഇനി പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഫസ്റ്റ് ടൈം അല്ല, നമ്മളെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനു മുമ്പേ പുറത്തൊക്കെ ടിക്ടോക്കിലൊക്കെ നമ്മളെ വീഡിയോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് അങ്ങനത്തെ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഈ എന്താ പറയുക ഓഡിയൻസ് സപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഡെയിലി കണ്ടന്റ് ഇടുന്നുണ്ട്. നമ്മൾ 700ഓളം കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും സിമ്പിൾ അല്ല. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒരൊറ്റ നിമിഷം നമ്മളെ പോലും അറിയാണ്ട് അത് മിസ്യൂസ് ചെയ്തിട്ട് ഓരോരുത്തർ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കി തരില്ല നിങ്ങൾ. ഇത് ഇനി ആരും എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളെ പേരും വെച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ലീഗലി അതിനെതിരെ എല്ലാവരും അല്ലട്ടോ പറയുന്നത്. എല്ലാവരും ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ നല്ല പറയുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട്, എന്ത് ചെയ്യാനാ, ചില ആൾക്കാർ അങ്ങനെ നല്ലോണം ജീവിക്കാൻ സമ്മതിക്കില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ നമുക്ക് ചാറ്റ് ചെയ്തതിൻ്റെ ഇത് കണ്ട ഇത്രയും എൻക്വയറി നമുക്ക് ഡ്രസ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ഇത്രയും ഓരോ എന്താ പറയാ ഈ ഹോസ്റ്റലിലേക്ക് മറ്റേ വേണമെന്ന് പറഞ്ഞിട്ട് അയച്ച മെസ്സേജാ. അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തതിന് ശേഷം ഒരു വീണ്ടും നമുക്ക് മെസ്സേജ് 16 വയസ്സ് കുട്ടീൻ്റെ ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്തി. കാരണം നമുക്ക് ഇത് മാത്രല്ല, നമുക്ക് ഇതേമാതിരി അതായത് ആദ്യം ഡ്രസ്സിന്റെ കാര്യങ്ങൾ എൻക്വയറി ഒക്കെ കുറേ ചെയ്യാം. അപ്പൊ നമ്മളെന്താക്കും, ജെന്യൂൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് റിപ്ലൈ കൊടുക്കും. കുറേ മെസ്സേജ് ഒക്കെ വരും, അതിനിടയ്ക്ക് കൂടെ ഇവർക്ക് റിപ്ലൈ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് നിൽക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഇട്ടിട്ട്. അപ്പൊ നമ്മൾ അധികം റെസ്പോണ്ട് ചെയ്യും. കാരണം കുറേ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഓരോന്ന് ഇന്ന സ്ഥലത്ത് പ്രശ്നമുണ്ട്, ഇന്ന സ്ഥലത്ത് ഹോസ്റ്റലിൽ തുടങ്ങാൻ, എന്നിട്ട് നമ്മളത് വീഡിയോ ചെയ്യണം. എന്നിട്ട് അത് ജെന്യൂൻ അല്ലെങ്കിൽ ഫുൾ നമുക്കായിരിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഫീൽഡിൽ അല്ലെങ്കിൽ ഇതിന്റെ പിക്ചറിൽ പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ സത്യാവസ്ഥ നമുക്ക് എന്തോ ഉറപ്പ് നിങ്ങളത് ജെന്യൂൻ ആണല്ലോ എന്നൊക്കെ. പിന്നെന്ന് വെച്ചാല് നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാരും മാതിരി തന്നെ നമ്മൾ ഒരു നോർമൽ പീപ്പിൾസ് ആണ്. അപ്പോ എത്ര ആൾക്കാരെന്ന് വെച്ചിട്ട് നമുക്ക് മറ്റേ സഹായം പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതുള്ളതിനോണ്ട് പറയാണ്. നമ്മുടെ അടുത്ത് സഹായം ചോദിക്കുന്ന ആൾക്കാർക്ക് കണക്കില്ല, ഇഷ്ടംപോലെ ചോദിക്കണ്ടേ. നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താക്കുക, ജെന്യൂൻ ആണെന്ന് തോന്നുന്നു നമ്മൾ ആരെ അറിയിക്കാൻ നമ്മൾ ചെയ്യാറും ഉണ്ട്. അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വരുമാനം നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ദയവേത് നമ്മളെ പേരും പറഞ്ഞ് ആരും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഥവാ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. വാട്സപ്പ് നമ്പർ നമ്മള് നമ്മളെ ബിസിനസ് ആയിട്ടുള്ള ഫത്താഷിന്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലും എല്ലാത്തിനായിട്ട് നമ്മളെ നമ്പർ പോസിബിൾ ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടോ, നിങ്ങളിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം മാത്രം എന്താക്കാം എമൗണ്ട് കാര്യങ്ങളൊക്കെ അയച്ചു. അല്ലാണ്ട് ചാടി കയറിയിട്ട് ആരും പൈസ അയച്ചു കൊടുക്കരുത്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം വീഡിയോ ആക്കണമെന്ന് ഇന്നലെ രാത്രി ഒരു 11:30-12 മണിക്ക് സമയത്താണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാൻ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് വിചാരിച്ച വീഡിയോ ചെയ്താലേ ശരിയാവുള്ളൂ. കാരണം ഇത് പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ
കാണണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നമുക്കൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു സംഭവം വരുന്നത് നമുക്കത് താങ്ങൂലല്ലേ. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് സൈഡിൽ കൂടി വയ്യന്റെ ടെൻഷനും കൂടെ വയ്യ. ഒന്നാമത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളായ കാര്യം നോക്കി നമ്മളെ കണ്ടതും ചെയ്ത് ഇങ്ങനെ പോവാണ്. അതിന്റെ ഇടയിൽ കൂടെ വള്ളി പിടിക്കാൻ അതിന് നിൽക്കാൻ ഒന്നിനും താല്പര്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു പേജും അല്ല, അങ്ങനത്തെ ഒരു എന്താ പറയാ കണ്ടന്റ് ഉണ്ടാക്കുന്ന പേജും അല്ല. നമ്മളെ പേജ് കണ്ടാൽ അറിയാം നമ്മളെ കണ്ടന്റ് നമ്മളെ ലൈഫ് മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ഇൻവോൾവ് ആവില്ല. ഒരാളെ പറ്റി അഭിപ്രായം പറയാൻ ഒന്നിനും വരില്ല. നമ്മൾ അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ അത് ഒരിത് പറഞ്ഞ അങ്ങനെ ഒന്നും നിൽക്കില്ല. അപ്പൊ നമ്മളെ കൊള്ളയും വരാൻ നിൽക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടി നമ്മൾ മേറ്റിൽ വന്നത്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. ഇനി കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ വേണം, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.